Hi students, it's me Srirag, your BS teacher. Welcome back to my online BS class. Today we are continues our chapter Windows of Knowledge. So our next topic is why two eyes. So let's start. Do these activities. Try to place the cap on the pen in your friend's hand. Try to catch a ball thrown up when it comes down. Try them out keeping both the eyes open and then with one eye shut. In which situation do you experience difficulty? സോ ഈ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്? ആദ്യം നമ്മുടെ രണ്ട് കണ്ണും തുറന്നു വെച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ടിന്റെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന പെന്നിന്റെ മുകളിലേക്ക് ആ പെന്നിന്റെ ക്യാപ്പ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ആ പെന്നിന്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ആ ക്യാപ്പ് വെക്കാൻ സാധിക്കും. ഇസ്ന്റ് ഇറ്റ്? ദെൻ സെക്കൻഡ് ആക്ടിവിറ്റി എങ്ങനെ ചെയ്യേണ്ടത്? മുകളിലേക്ക് എറിഞ്ഞ ഒരു ബോള് താഴേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ട് കണ്ണും തുറന്നിട്ട് തന്നെ അത് ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. സോ നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ കഴിയും അല്ലേ? ദെൻ ഇതേ എക്സ്പെരിമെന്റ് നമ്മളോട് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? ഒരു ഐ ക്ലോസ് ചെയ്തിട്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ഐ ക്ലോസ് ചെയ്തിട്ട്, ദാറ്റ് ഈസ് ഹാൻഡ് കൊണ്ട് നിങ്ങളുടെ കണ്ണ് പൊത്തിപ്പിടിച്ചിട്ട് ഈ ആക്ടിവിറ്റീസ് ചെയ്യുക. സോ ഒരു ഐ ഓപ്പൺ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റീസ് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുമോ? നോ, നെവർ. നിങ്ങൾക്ക് അത് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇസ്ന്റ് ഇറ്റ്? സോ ദ ആൻസർ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡു ദീസ് ആക്ടിവിറ്റീസ് ബൈ കീപ്പിംഗ് വൺ ഐ ക്ലോസ്ഡ്. ഇസ്ന്റ് ഇറ്റ്? സോ ഒരു ഐ ക്ലോസ് ചെയ്തുകൊണ്ട് ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. സോ വാട്ട് ഈസ് ദ റീസൺ? ദ എബിലിറ്റി ടു സീ ബൈ ഫോക്കസിംഗ് ബോത്ത് ഐസ് ഓൺ ദ സെയിം പോയിന്റ് ഈസ് ടേംഡ് ബൈനോക്കുലർ വിഷൻ. We get an accurate knowledge of the distance and position of objects by this. സോ നമ്മുടെ രണ്ട് ഐസും ഒരു ഒബ്ജക്റ്റിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട്, ദാറ്റ് ഈസ് ഒരു പോയിന്റിലേക്ക് തന്നെ, ഒരു സെയിം പോയിന്റിലേക്ക് തന്നെ രണ്ട് ഐസും ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഒബ്ജക്റ്റിനെ സീൻ ചെയ്യാൻ കഴിയുന്ന എബിലിറ്റിയാണ് ബൈനോക്കുലർ വിഷൻ. ഓക്കെ, സോ നമ്മളെല്ലാവർക്കും 2 ഐസ് ആണുള്ളത്. സോ നമുക്ക് ബൈനോക്കുലർ വിഷൻ സാധ്യമാണ്. ഇസ്ന്റ് ഇറ്റ്? ദെൻ ബൈനോക്കുലർ വിഷൻ കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണ്? ബൈനോക്കുലർ വിഷൻ കാരണമാണ് നമുക്ക് ആ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസും അതുപോലെ തന്നെ പൊസിഷനും സൈസും ഒക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്ന്റ് ഇറ്റ്? സോ നമ്മൾ ഏത് ഒബ്ജക്റ്റിനെയാണോ സീൻ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള അക്യുറേറ്റ് നോളജ് നമുക്ക് ബൈനോക്കുലർ വിഷൻ വഴി കിട്ടും. ഇസ്ന്റ് ഇറ്റ്? സോ നമ്മൾ നേരത്തെ ഒരു ഐ ക്ലോസ് ചെയ്തുകൊണ്ട് ഈ ആക്ടിവിറ്റീസ് ചെയ്തപ്പോൾ നമുക്ക് ആ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിരുന്നു അല്ലേ? സോ എന്തായിരുന്നു കാരണം? നമുക്കവിടെ ബൈനോക്കുലർ വിഷൻ ആണോ സാധ്യമായത്? അല്ല. ഒരു ഐ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒബ്ജക്റ്റിനെ, ദാറ്റ് ഈസ് നിങ്ങളുടെ ഫ്രണ്ടിന്റെ കയ്യിലിരിക്കുന്ന പെന്നിന്റെ മുകളിലേക്ക് ആ പെന്നിന്റെ ക്യാപ്പ് കറക്റ്റായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിച്ചില്ല അല്ലേ? സോ എന്താണ് കാരണം? അവിടെ ബൈനോക്കുലർ വിഷൻ അല്ല നമുക്ക് സാധ്യമായത് അല്ലെ? നമ്മൾ ഒരു ഐ കൊണ്ടാണ് ആ ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത്, സോ നമുക്ക് ആ പെന്നിന്റെ പൊസിഷനും സൈസും അതുപോലെ തന്നെ അതിന്റെ ഡിസ്റ്റൻസ്, നമ്മളിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് ആണ് അകലെയുള്ളതെന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല അല്ലെ? ദെൻ സെക്കൻഡ് ആക്ടിവിറ്റിയും അതുപോലെ തന്നെയാണ്. ആ ബോളിന്റെ പൊസിഷൻ, ഏത് ഡയറക്ഷനിൽ നിന്നാണ് ആ ബോൾ വരുന്നത്, എത്ര ഹൈറ്റിലാണ്, എപ്പോഴാണ് അത് നമ്മുടെ കയ്യിലേക്ക് എത്തുക എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചില്ല അല്ലെ? ഒരു ഐ ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള നോളജ് നമുക്ക് സാധ്യമല്ല അല്ലെ? സോ അതുകൊണ്ടാണ് ഈ രണ്ട് ആക്ടിവിറ്റീസും ഒരു ഐ ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കാഞ്ഞത്. ഓക്കെ, സോ വാട്ട് ഈസ് ബൈനോക്കുലർ വിഷൻ? ദ എബിലിറ്റി ടു സീ ബൈ ഫോക്കസിംഗ് ബോത്ത് ഐസ് ഓൺ ദ സെയിം പോയിന്റ് ഈസ് ടേംഡ് ബൈനോക്കുലർ വിഷൻ. ഒരു സെയിം ഒബ്ജക്റ്റിലേക്ക് തന്നെ അല്ലെങ്കിൽ ഒരു സെയിം പോയിന്റിലേക്ക് തന്നെ നമ്മുടെ 2 ഐസിനെയും ഫോക്കസ് ചെയ്ത് ആ ഒബ്ജക്റ്റിനെ സീൻ ചെയ്യാൻ പറ്റുന്നതിനെയാണ് ബൈനോക്കുലർ വിഷൻ എന്ന് വിളിക്കുന്നത്. ഇസ്ന്റ് ഇറ്റ്? ദെൻ ബൈനോക്കുലർ വിഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? വി ഗെറ്റ് ആൻ അക്യുറേറ്റ് നോളജ് ഓഫ് ദ ഡിസ്റ്റൻസ് ആൻഡ് പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട്സ് ബൈ ദിസ്. ഇസ്ന്റ് ഇറ്റ്? ആ ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള അക്യുറേറ്റ് നോളജ് എന്തൊക്കെയാ? ആ ഒബ്ജക്റ്റിന്റെ പൊസിഷനും അതുപോലെ തന്നെ ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസ് അപ്പാർട്ടാണ്, നമ്മളിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അപ്പാർട്ടായിട്ടാണ് ആ ഒബ്ജക്റ്റ് നിൽക്കുന്നതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ ഹാവൻ യു നൗ അണ്ടർസ്റ്റുഡ് വൈ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഡു ദ എബവ് ആക്ടിവിറ്റീസ് കീപ്പിംഗ് വൺ ഐ ക്ലോസ്ഡ്? യെസ്. ദെൻ വാട്ട് അതർ സ്പെഷ്യാലിറ്റീസ് ഡു അവർ ഐസ് ഹാവ്? നമ്മുടെ ഐസിനുള്ള അതർ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? ക്യാൻ റെക്കഗ്നൈസ് കളേഴ്സ്, ദാറ്റ് ഈസ് നമുക്ക് കളറുകൾ തിരിച്ചറിയാൻ സാധിക്കും അല്ലെ? ഡിഫറെന്റ് കളറുകൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ദെൻ
3-dimensional vision, that is the ability to know the length, breadth, height, thickness and distance. That is നമുക്ക് ഒരു ഒബ്ജക്റ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ലെങ്ത്, അതുപോലെ തന്നെ ബ്രെഡ്ത്ത്, തിക്നെസ്, ദെൻ അതിന്റെ ഹൈറ്റ്, ദെൻ എത്ര ഡിസ്റ്റൻസ് അപ്പാർട്ടായിട്ടാണ് അത് നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇസ്ന്റ് ഇറ്റ്? സോ ഇതൊക്കെ നമ്മുടെ ഐസിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ്. ഓക്കെ, സോ എർത്തിലുള്ള ഹ്യൂമൻ ബീങ് ഉൾപ്പെടെയുള്ള എല്ലാ അനിമൽസിനും ഗോഡ് എന്തിനാണ് 2 ഐസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലായില്ല എല്ലാവർക്കും? സോ 2 ഐസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് വേൾഡ് ഓഫ് ദി ബ്ലൈൻഡ്. അവർ ഐസ് ഓപ്പൺ എ ബ്യൂട്ടിഫുൾ വേൾഡ് ഓഫ് വിഷൻ ടു അസ്, ഡോണ്ട് ദേ? യെസ്. സോ നമ്മുടെ കണ്ണ് തുറന്നാൽ നമുക്ക് വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ലോകത്ത് കാണാൻ പറ്റുന്നത്, അല്ലേ? സോ ഐസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഭൂമിയിലുള്ള എല്ലാതും നമുക്ക് കണ്ട് ആസ്വദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലേ? ദെൻ നൗ കീപ് യുവർ ഐസ് ക്ലോസ്ഡ് ഫോർ സം ടൈം. ഹൗ ഡു യു ഫീൽ? വാട്ട് മേ ബി ദ പ്ലൈറ്റ് ഓഫ് ദ ബ്ലൈൻഡ്? സോ കുറച്ച് സമയം നിങ്ങൾ ഒന്ന് കണ്ണടച്ച് നോക്കൂ. നിങ്ങളുടെ ഐസിനും നിങ്ങളുടെ മൈൻഡിനും എത്ര ഡിഫിക്കൽട്ടാണ് ഫീൽ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കുറച്ച് സമയം നമ്മുടെ ഐസ് ക്ലോസ് ചെയ്താൽ തന്നെ നമുക്ക് അത്രയും ഇറിറ്റേഷൻ ആണ് ഫീൽ ചെയ്യുക, അല്ലേ? വല്ലാത്തൊരു ഡിഫിക്കൽട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഇസ്ന്റ് ഇറ്റ്? സോ ഐസ് ഇല്ലാത്ത ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സോ അവരുടെ ലൈഫ് ലോങ് അവരനുഭവിക്കുന്ന ഡിഫിക്കൽട്ടീസ് എത്രത്തോളം ആയിരിക്കും? അവർക്ക് നമ്മുടെ എർത്തിലുള്ള ഒരു ഒബ്ജക്റ്റ് പോലും സീൻ ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? കളർ കാണാൻ സാധിക്കില്ല, ഫ്ലവർ കാണാൻ സാധിക്കില്ല, റിവർ കാണാൻ സാധിക്കില്ല, സീ കാണാൻ സാധിക്കില്ല, സണ്ണ് കാണാൻ സാധിക്കില്ല, എർത്തിലുള്ള ഒന്നിനെയും അവർക്ക് കാണാൻ സാധിക്കില്ല, അല്ലെ? ലൈഫ് ലോങ് അവരുടെ ഐസ് കംപ്ലീറ്റ് ബ്ലാക്ക് ആയിരിക്കും, ഇസ്ന്റ് ഇറ്റ്? ജനനം മുതൽ മരണം വരെ അവരുടെ ഐസിൽ ഇരുട്ട് മാത്രമായിരിക്കും ഉണ്ടാവുക, ശരിയല്ലേ? സോ അല്പസമയം നമ്മൾ കണ്ണടച്ചിരുന്നാൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫീൽ ചെയ്യുക, അല്ലെ? കണ്ണടച്ചുകൊണ്ട് നമുക്കൊരു അടി മുന്നോട്ട് നടക്കാൻ പോലും സാധിക്കില്ല. നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി പോലും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, ശരിയല്ലേ? സോ വാട്ട് മേ ബി ദ പ്ലൈറ്റ് ഓഫ് ദ ബ്ലൈൻഡ്? ബ്ലൈൻഡ് പീപ്പിൾ സഫർ മെനി ഡിഫിക്കൽട്ടീസ്. ദേ കനോട്ട് ഡിസ്റ്റിംഗ്വിഷ് കളർ, ഡിസ്റ്റൻസ്, പൊസിഷൻ എക്സെട്ര, ഇസ്ന്റ് ഇറ്റ്? സോ ബ്ലൈൻഡ് പീപ്പിൾസിന് കളർ തിരിച്ചറിയാൻ സാധിക്കില്ല, ഡിസ്റ്റൻസ് തിരിച്ചറിയാൻ സാധിക്കില്ല, പൊസിഷൻ തിരിച്ചറിയാൻ സാധിക്കില്ല, ഷേപ്പ്, സൈസ് ഇതൊന്നും തന്നെ തിരിച്ചറിയാൻ സാധിക്കില്ല, ഇസ്ന്റ് ഇറ്റ്? സോ നോട്ട്ബുക്കിലേക്ക് ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുക കേട്ടോ. ബ്ലൈൻഡ് പീപ്പിൾ സഫർ മെനി ഡിഫിക്കൽട്ടീസ്. ദേ കനോട്ട് ഡിസ്റ്റിംഗ്വിഷ് കളർ, ഡിസ്റ്റൻസ്, പൊസിഷൻ എക്സെട്ര. ഹൗ ഡു ദേ കം ടു നോ അബൌട്ട് ദ സറൗണ്ടിങ്സ്? സോ ബ്ലൈൻഡ് പീപ്പിൾസ്, ദാറ്റ് ഈസ് കണ്ണ് കാണാത്ത ആളുകൾ, എങ്ങനെയാണ് അവരുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കുന്നത്? റെക്കഗ്നൈസ് പീപ്പിൾ ത്രൂ സൗണ്ട്, ഇസ്ന്റ് ഇറ്റ്? സൗണ്ട് യൂസ് ചെയ്തിട്ട് അവർ തിരിച്ചറിയുന്നുണ്ട്, അല്ലെ? ഓരോ ആളിനെയും അയാളുടെ സൗണ്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് അയാളെ തിരിച്ചറിയുക, അല്ലെ? ദെൻ ഐഡന്റിഫൈ കറൻസി ആൻഡ് കോയിൻസ് ബൈ ടച്ച്. ദെൻ കറൻസിയും കോയിൻസും അവർ ടച്ച് ചെയ്തുകൊണ്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, ഇസ്ന്റ് ഇറ്റ്? ബ്ലൈൻഡ് പീപ്പിൾസിന് ഒരു ഹെൽപ്പായിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ക്യാഷ് എത്രയാണോ അത് അവരെ എങ്ങനെയാ തിരിച്ചറിയുക? ടച്ച് ചെയ്തുകൊണ്ടാണ് തിരിച്ചറിയുക, അല്ലെ? സോ കോയിൻസും കറൻസിയും ഒക്കെ ടച്ച് ചെയ്തുകൊണ്ടാണ് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആർ റെക്കഗ്നൈസ്ഡ് ബൈ ദെയർ ഷേപ്പ് ആൻഡ് സ്മെൽ. സോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അവരെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അവയുടെ ഷേപ്പും സൈസും സ്മെല്ലും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ വെജിറ്റബിൾസിനെയും ഫ്രൂട്ട്സിനെയും ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു ഹെൽപ്പ് ദ ബ്ലൈൻഡ്. സോ ബ്ലൈൻഡ് പീപ്പിൾസിനെ ഹെൽപ്പ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്. സോ ബ്ലൈൻഡ് പീപ്പിൾസ് ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അവരെ ഹെൽപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് ഒരു ബ്ലൈൻഡ് റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടാൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അവരെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. ദാറ്റ് ഈസ് അവരെ നമ്മൾ അവരുടെ കൈ പിടിച്ച് റോഡിനപ്പുറത്തേക്ക് ആക്കി കൊടുക്കണം. ഓക്കെ, സോ ഇങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ ഹെൽപ്പുകൾ നമ്മൾ ബ്ലൈൻഡ്സിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ദെൻ നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ബ്ലൈൻഡ് ബസ്സിലേക്ക് കയറുകയാണെങ്കിൽ, നമ്മൾ സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ബ്ലൈൻഡിന് ആ സീറ്റ് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം. ഓക്കെ, സോ ബസ്സിൽ ബ്ലൈൻഡ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. സോ ആ സീറ്റിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? അവിടുന്ന് എണീറ്റ് ആ ബ്ലൈൻഡിനെ നമ്മൾ അവിടെ ഇരുത്തണം. ഓക്കെ, സോ ഇങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ ഹെൽപ്പുകൾ ബ്ലൈൻഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, സോ അത് നമ്മൾ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്. ഓക്കെ, ദെൻ
ഇൻ വാട്ട് വേസ് ക്യാൻ യു ഹെൽപ്പ് ദ ബ്ലൈൻഡ് ചിൽഡ്രൻ ഇൻ യുവർ സ്കൂൾ? സോ നമ്മുടെ സ്കൂളിൽ ഒരു ബ്ലൈൻഡ് ചിൽഡ്രൻ ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് നമ്മുടെ ക്ലാസ്സിൽ ഒരു ബ്ലൈൻഡ് ചിൽഡ്രൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക? സോ എങ്ങനെയൊക്കെ നമുക്ക് ആ ബ്ലൈൻഡ് ചിൽഡ്രനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? കീപ് ദ ഇൻസ്ട്രുമെന്റ്സ് ഇൻ ദ ക്ലാസ് റൂം ഇൻ എ റെഗുലർ മാനർ. ദാറ്റ് ഈസ് നമ്മുടെ ക്ലാസ്സിലുള്ള ബെഞ്ച്, ഡെസ്ക്, ടേബിൾ പോലെയുള്ള മറ്റ് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഒരു റെഗുലർ മാനറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുക. ഓക്കെ, കാരണം അവർ തട്ടിത്തടഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. സോ അവർ തട്ടിത്തടഞ്ഞ് വീഴാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ക്ലാസ്സിലെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യുക. ഓക്കെ, ദെൻ ടീച്ചേഴ്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ് ഷുഡ് ഹെൽപ്പ് ദം ടു പ്രിപ്പയർ നോട്ട്സ്. സോ അവർക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഹെൽപ്പ് നമ്മളും ടീച്ചേഴ്സൊക്കെ ചെയ്തു കൊടുക്കണം, അല്ലേ? ദെൻ റീഡ് ദ ടെക്സ്റ്റ് പോർഷൻസ് ഫോർ ദം. സോ അവർക്ക് കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ടെക്സ്റ്റ് പോർഷൻസ് എല്ലാം വായിച്ചു കൊടുക്കണം. ഓക്കെ, ദെൻ ഹെൽപ്പ് ദം ടു റീച്ച് ബാത്റൂംസ് ആൻഡ് ടോയ്ലറ്റ്സ്. സോ ബാത്റൂമിലേക്കും ടോയ്ലറ്റ്സിലേക്കൊക്കെ പോകാൻ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. ദെൻ ഡ്യൂറിങ് ലഞ്ച് ടൈം വി ഷുഡ് ഗീവ് പ്രിഫറൻസ് ടു ദം ഓർ അറേഞ്ച് ഫെസിലിറ്റീസ് ടു ഗീവ് ഫുഡ് ദം ഇൻ ദ ക്ലാസ്സസ്. സോ ലഞ്ച് ടൈമിൽ അവർക്ക് ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റീസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ദെൻ പാർട്ടിസിപ്പേറ്റ് ദം ഇൻ കൾച്ചറൽ ആക്ടിവിറ്റീസ്. സോ കൾച്ചറൽ ആക്ടിവിറ്റീസിലെല്ലാം അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, സോ നമ്മൾ അവരെ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അവർ ബ്ലൈൻഡ് ചിൽഡ്രൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അവരുടെ കൂടെ എപ്പോഴും നമ്മൾ ഇരുന്നിട്ട് അവർക്ക് വേണ്ട കെയറിങ്ങും അവർക്ക് വേണ്ട ഹെൽപ്പും നമ്മൾ ചെയ്തു കൊടുക്കണം. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് ഒരു ബ്ലൈൻഡ് ചിൽഡ്രനെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, സോ എല്ലാവരും ഈ പോയിന്റുകൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ, ദെൻ യു ക്യാൻ സ്റ്റഡി ദ മാപ്പ് ഓഫ് ഇന്ത്യ ബൈ ലുക്കിംഗ് അറ്റ് ഇറ്റ്. വാട്ട് ചേഞ്ചസ് ക്യാൻ യു ബ്രിങ് അബൌട്ട് ഇൻ എ മാപ്പ് ഫോർ ദോസ് ഹു cannot see? Can't you do something to help them touch and identify state boundaries, mountains and rivers? Can you make with sand and thread soaked in glue maps that could be sensed by touch? Such maps are called embossed maps. You also try to make an embossed map. സോ നമ്മുടെ ഇന്ത്യയുടെ മാപ്പിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ്സ് ബൗണ്ടറീസും മൗണ്ടെയിൻസും റിവേഴ്സും ഒക്കെ കാണാൻ സാധിക്കും, അല്ലേ? എന്നാൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാപ്പിലേക്ക് നോക്കിയാൽ എന്തെങ്കിലും കാണാൻ സാധിക്കുമോ? നോ. ഒരു ബ്ലൈൻഡിന് മാപ്പ് എന്താണെന്ന് പോലും അറിയാൻ പറ്റില്ല, അല്ലേ? സോ അവർക്ക് നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം? അതാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ അവർക്ക് ടച്ച് ചെയ്താലേ മനസ്സിലാവുള്ളൂ, അല്ലേ? സോ നമ്മുടെ ഇന്ത്യയുടെ മാപ്പിലുള്ള സ്റ്റേറ്റ്സും സ്റ്റേറ്റ് ബൗണ്ടറീസും ദെൻ റോഡ്സ്, റിവേഴ്സ്, ബ്രിഡ്ജസ്, സോ ഇതൊക്കെ എങ്ങനെയാണ് അവർക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുക? സോ അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? സോ നമുക്കറിയാം ബ്ലൈൻഡ്സ് പല കാര്യങ്ങളും ടച്ചിലൂടെയാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കറൻസിയും കോയിനും ഒക്കെ അവർ മനസ്സിലാക്കുന്നത് ടച്ചിലൂടെയാണ്. സോ ഇതുപോലെ മാപ്പ് ടച്ച് ചെയ്തുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? സോ എങ്ങനെയാണ് ടച്ചിങ്ങിലൂടെ മാപ്പിലുള്ള കാര്യങ്ങൾ ബ്ലൈൻഡ്സിന് കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുക? സോ അതിനു വേണ്ടിയിട്ട് മാപ്പിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത്? സാൻഡും ത്രെഡും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാപ്പിനെ മോഡിഫൈ ചെയ്തെടുക്കാം. ഓക്കെ, സോ എങ്ങനെയാണ് സാൻഡും ത്രെഡും യൂസ് ചെയ്യുക? സാൻഡും ത്രെഡും ഗ്ലൂവിൽ ഡിപ്പ് ചെയ്തിട്ട്, ദാറ്റ് ഈസ് ഗ്ലൂവിൽ സോക്ക് ചെയ്തിട്ട് മാപ്പിന് മുകളിലൂടെ കൊണ്ടുപോവാം, ദാറ്റ് ഈസ് മാപ്പിൽ ഒട്ടിച്ചു വെക്കുക. ഓക്കെ, സോ അതവിടെ സ്റ്റിക്ക് ആയിരിക്കും. സോ റിവർ ഉള്ള ഭാഗത്ത് ത്രെഡും മൗണ്ടെയിൻസ് ഉള്ള ഭാഗത്ത് സാൻഡും ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്കറിയാം മൗണ്ടെയിൻസിന് നല്ല ഹൈറ്റ് ഉണ്ട്, അല്ലേ? സോ മാപ്പിൽ എവിടേക്കാണോ മൗണ്ടെയിൻസ് ഉള്ളത് അവിടെയൊക്കെ നമുക്ക് സാൻഡ് ഗ്ലൂവിൽ സോക്ക് ചെയ്തിട്ട് ഒട്ടിച്ചു വെക്കാം. സോ ബ്ലൈൻഡ്സ് മാപ്പിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് സാൻഡ് എവിടെയാണുള്ളത് ആ ഭാഗത്തൊക്കെ മൗണ്ടെയിൻസ് ആണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇസ്ന്റ് ഇറ്റ്? ദെൻ റിവേഴ്സ് ഉള്ള ഭാഗത്ത് ത്രെഡ് ഗ്ലൂവിൽ സോക്ക് ചെയ്തിട്ട് ഒട്ടിച്ചു വെക്കുക. ഓക്കെ, സോ നമുക്കറിയാം ത്രെഡും സാൻഡും ടച്ച് ചെയ്യുമ്പോൾ ഒരേ ഫീലിംഗ് അല്ല നമുക്ക് കിട്ടുക, അല്ലേ? ത്രെഡ് എന്ന് പറയുന്നത് സ്മൂത്ത് ആണ്, സാൻഡ് എന്ന് പറയുന്നത് റഫ് ആണ്, അല്ലേ? സോ ത്രെഡ് എന്ന് പറയുന്നത് സ്മൂത്ത് സർഫസ് ആണ്, സാൻഡ് എന്ന് പറയുന്നത് റഫ് സർഫസ് ആണ്. ഇസ്ന്റ് ഇറ്റ്? സോ അത് രണ്ടും അവർക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ സാൻഡ് ഉള്ള ഭാഗത്ത് ടച്ച് ചെയ്താൽ മൗണ്ടെയിൻസ് ആണെന്നും ത്രെഡ് ഉള്ള ഭാഗത്ത് ടച്ച് ചെയ്താൽ അത് റിവേഴ്സ് ആണെന്നും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെ മാപ്പിലുള്ള മൗണ്ടെയിൻസും റിവേഴ്സും ഒക്കെ ടച്ചിങ്ങിലൂടെ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ മാപ്പ് മേക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എംബോസ്ഡ് മാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ടച്ചിങ്ങിലൂടെ മാപ്സിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ എംബോസ്ഡ് മാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബ്ലൈൻഡ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന മാപ്പാണ് എംബോസ്ഡ് മാപ്സ്. ഓക്കെ, സോ ഒരു എംബോസ്ഡ് മാപ്പ് നമ്മളോട് മേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
സോ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ സയൻസിലുള്ള ബുക്കിൽ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് ഉണ്ടായിരിക്കും. സോ ആ മാപ്പ് ഡ്രോ ചെയ്തിട്ട് ആ മാപ്പിന് മുകളിലൂടെ എവിടേക്കാണോ റിവർ ഉള്ളത്, അതുപോലെ തന്നെ എവിടേക്കാണോ മൗണ്ടെയിൻസ് ഉള്ളത്, ആ ഭാഗത്തൊക്കെ സാൻഡും ത്രെഡും യൂസ് ചെയ്തിട്ട് ഒരു എംബോസ്ഡ് മാപ്പ് മേക്ക് ചെയ്യുക. ഓക്കെ, ദെൻ വാട്ട് ഡിഫറെൻറ്റ് ഫെസിലിറ്റീസ് ആർ അവൈലബിൾ ടു ഹെൽപ്പ് ദ ബ്ലൈൻഡ്. സോ ബ്ലൈൻഡ്സിനെ ഹെൽപ്പ് ചെയ്യാൻ എന്തെല്ലാം ഡിഫറെൻറ്റ് ഫെസിലിറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ, വൈറ്റ് കെയിൻ. സോ വാട്ട് ഈസ് വൈറ്റ് കെയിൻ? സോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ബ്ലൈൻഡ്സിന്റെ കയ്യിൽ എപ്പോഴും ഒരു വൈറ്റ് സ്റ്റിക്ക് ഉണ്ടായിരിക്കും. സോ ആ വൈറ്റ് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് അവർ റോഡിലൂടെയൊക്കെ നടക്കാറ്. ഓക്കെ, സോ ഈ വൈറ്റ് സ്റ്റിക്കിനെ വിളിക്കുന്ന പേരാണ് വൈറ്റ് കെയിൻ. ഓക്കെ, വൈറ്റ് കെയിൻ ഈസ് എ വൈറ്റ് സ്റ്റിക്ക് യൂസ്ഡ് ബൈ ദ ബ്ലൈൻഡ് ഫോർ സേഫ് മൂവ്മെന്റ്. ദിസ് ഈസ് എ ഹോളോ ആൻഡ് ലൈറ്റ് അലൂമിനിയം റോഡ്. സോ ഇത് പൊള്ളയായ ഒരു അലൂമിനിയം റോഡാണ്. ദാറ്റ് ഈസ് ഈ സ്റ്റിക്കിനകത്ത് ഹോളോ സ്പേസ് ആയിരിക്കും. ഓക്കെ, സോ ഈ സ്റ്റിക്കിനകത്ത് ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, സോ അത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, വെയിറ്റ് കുറഞ്ഞ ഒരു അലൂമിനിയം റോഡാണത്. ഓക്കെ, ദെൻ യൂസേഴ്സ് ക്യാൻ ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഒബ്സ്റ്റക്കിൾസ് ഫ്രം ദ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മെറ്റൽ പോർഷൻ ഫിക്സ്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദി സ്റ്റിക്ക്. സോ ഈ വൈറ്റ് കെയിന്റെ എൻഡിൽ ഒരു മെറ്റൽ പോർഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ആ മെറ്റൽ പോർഷൻ ഏതെങ്കിലും ഒബ്സ്റ്റക്കിൾസിൽ, ദാറ്റ് ഈസ് ഏതെങ്കിലും സബ്സ്റ്റൻസിൽ ടച്ച് ചെയ്താൽ ഒരു സൗണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഈ സൗണ്ടിലൂടെ അവർക്ക് അവരുടെ മുന്നിൽ തടസ്സമുണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ബ്ലൈൻഡ്സ് ഈ വൈറ്റ് സ്റ്റിക്ക് ഗ്രൗണ്ടിലൂടെ ടച്ച് ചെയ്തിട്ടാണ് പോവുക. സോ ഗ്രൗണ്ടിലൂടെ ടച്ച് ചെയ്ത് പോകുമ്പോൾ ഏതെങ്കിലും ഒബ്സ്റ്റക്കിൾസിൽ അത് ടച്ച് ചെയ്താൽ ആ സ്റ്റിക്കിന്റെ എൻഡിലുള്ള മെറ്റല് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. സോ ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും മുന്നിൽ തടസ്സമുണ്ട് എന്ന് മനസ്സിലാവും. ഓക്കെ, സോ ഈ ഒബ്സ്റ്റക്കിൾസ് തട്ടി അവർ വീഴാതെ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ വൈറ്റ് കെയിൻ ആണ്. ദെൻ ഇറ്റ് ഹെൽപ്സ് അതേഴ്സ് ടു ഈസിലി ഐഡന്റിഫൈ ദ ബ്ലൈൻഡ് ആൻഡ് ഹെൽപ്പ് ദം. ദാറ്റ് ഈസ് ഈ വൈറ്റ് കെയിൻ യൂസ് ചെയ്ത് പോകുന്ന ആളുകൾ ബ്ലൈൻഡ്സ് ആയിരിക്കും. സോ ബ്ലൈൻഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ വൈറ്റ് കെയിൻ യൂസ് ചെയ്യുന്ന ആളുകളെ കണ്ടാലേ അവർ ബ്ലൈൻഡ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അവരെ നമുക്ക് ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യാനും പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബ്രെയിലി സ്ക്രിപ്റ്റ്. This is a script used by the blind to read and write. In this system, the letters are recorded by way of projected dots on thick paper which can be felt by touch. This method was developed by a French man named Louis Braille. So what is Braille script? Braille script is a system used by the blind to read and write. So blinds റീഡിങ്ങിനും റൈറ്റിങ്ങിനും യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ബ്രെയിലി സ്ക്രിപ്റ്റ്. സോ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സോ ബ്രെയിലി സ്ക്രിപ്റ്റിന്റെ ഫിഗർ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ലൂയിസ് ബ്രെയിലി എന്ന ഫ്രഞ്ച് മാനാണ് ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, സോ ഈ ഒരു സിസ്റ്റത്തിലെ തിക്ക് പേപ്പറിലെ പ്രൊജക്റ്റഡ് ഡോട്ട്സ് ഉണ്ടായിരിക്കും. സോ ഈ ഡോട്ട്സ് ടച്ച് ചെയ്താൽ അവർക്ക് ഓരോ ലെറ്ററും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അവർക്കായിട്ട് ഒരു ലാംഗ്വേജ് ഉണ്ട്. സോ ആ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് അവർക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ ആ തിക്ക് പേപ്പറിൽ പ്രൊജക്റ്റഡ് ഡോട്ട്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ആ പ്രൊജക്റ്റഡ് ഡോട്ട്സ് ടച്ച് ചെയ്താൽ അവർക്ക് ഓരോ ലെറ്ററും റീഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ അതർ ടു ഡിവൈസസ് ആർ ടാക്ടൈൽ വാച്ച് ആൻഡ് ടോക്കിംഗ് വാച്ച്. സോ ബ്ലൈൻഡ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റ് രണ്ട് ഡിവൈസുകളാണ് ടാക്ടൈൽ വാച്ച് ആൻഡ് ടോക്കിംഗ് വാച്ച്. ഓക്കെ, സോ ബ്ലൈൻഡ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഈ 4 ഡിവൈസസും എല്ലാവരും പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഐ ഡൊണേഷൻ. Many defects of the eye may lead to blindness. Some of them can be rectified by replacing certain parts of the eye. Donating one's eyes after death is called eye donation. If this is to be realized, shouldn't our close relatives be aware that we have signed the consent for eye donation? So ബ്ലൈൻഡ്നെസ്സിനെ നമ്മുടെ ഐസിന്റെ ഒരുപാട് ഡിഫക്ട്സ് കാരണമാകുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കണ്ണിനുള്ള ഒരുപാട് ഡിഫക്ട്സ് കാഴ്ചയില്ലാതിരിക്കാൻ കാരണമാകുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ ഐസിന്റെ പല പാർട്സും റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഡിഫക്ട്സ് എല്ലാം ഓവർകം ചെയ്യാൻ സാധിക്കും. ദെൻ നമുക്ക് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്യും. ഓക്കെ, എന്നാൽ പലപ്പോഴും നമ്മുടെ ഐസിന്റെ പാർട്സ് റീപ്ലേസ് ചെയ്താലും ചിലപ്പോൾ നമുക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടിക്കൊള്ളണം എന്നില്ല. ഓക്കെ, എന്നാൽ മറ്റൊരാളുടെ ഐ നമുക്ക് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടുകയും ചെയ്യും. ഓക്കെ, ദെൻ ഡെത്തിന് ശേഷവും നമുക്ക് ഐസ് ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ, സോ അതിന് വിളിക്കുന്ന പേരാണ് ഐ ഡൊണേഷൻ. ഡൊണേറ്റിംഗ് വൺസ് ഐ ആഫ്റ്റർ ഡെത്ത് ഈസ് കാൾഡ് ഐ ഡൊണേഷൻ. ഒരാളുടെ മരണശേഷം അയാളുടെ ഐസ് ഡൊണേറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഐ ഡൊണേഷൻ. ഓക്കെ, സോ ഇവിടെ ഒരു പോസ്റ്റർ നമുക്ക് കാണാം, ഐ ഡൊണേഷൻ എ ഗ്രേറ്റ് ഡൊണേഷൻ. ഓക്കെ, സോ നമ്മുടെ ഡെത്തിന് ശേഷം നമ്മുടെ ഐസ് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ
ബ്ലൈൻഡ് ആയിട്ടുള്ള പലർക്കും അതൊരു ഹെൽപ്പായിട്ട് മാറും അല്ലേ. സോ ഡൊണേറ്റ് യുവർ ഐ ആൻഡ് പ്രൊവൈഡ് ലൈറ്റ് ടു ദോസ് ഇൻ ഡാർക്ക്നെസ്. സോ ജീവിതകാലം മുഴുവൻ ഡാർക്ക്നെസ് അനുഭവിക്കുന്ന പലരുടെയും ജീവിതത്തിലേക്ക് നമ്മുടെ ഐസിന് ഒരു വെളിച്ചമായിട്ട് മാറാൻ സാധിക്കും. ഓക്കെ, സോ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഐസ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ അങ്ങനെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള മറ്റൊരാൾക്കത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിരിക്കും അല്ലേ. സോ ഇങ്ങനെ ഡെത്തിന് ശേഷം ഒരാളുടെ ഐ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ അയാൾ മരണത്തിന് മുൻപ് തന്നെ ഐ ഡൊണേഷന് വില്ലിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വില്ലിംഗ്നെസ് ഫോം സൈൻ ചെയ്ത് ഹോസ്പിറ്റലിൽ ഏൽപ്പിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ ഐ ഡൊണേഷൻ സാധ്യമാവുള്ളൂ. ഓക്കെ, സോ ഡെത്തിന് മുൻപ് തന്നെ ഐ ഡൊണേഷന് വില്ലിംഗ് ആണെന്ന് പറഞ്ഞിട്ടുള്ള സമ്മതപത്രം നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, സോ നമ്മൾ കാരണം മറ്റൊരാളുടെ ജീവിതത്തിലെ ഡാർക്ക്നെസ് അവസാനിക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് അല്ലേ. നമ്മുടെ ഐസ് കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് വെളിച്ചമാവാൻ സാധിക്കുമെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. സോ ഐ ഡൊണേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഹയർ സ്റ്റഡീസിന് നമ്മൾ പഠിക്കും. സോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ അവെയർ ആവുക. ഓക്കെ, ദെൻ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് ഐസ്. ഹൗ ഇമ്പോർട്ടൻറ്റ് അവർ ഐസ് ആർ, വാട്ട് കെയർ ഷുഡ് വി ടേക്ക് ടു പ്രൊട്ടക്ട് ദം. സോ നമുക്ക് നമ്മുടെ ഐസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പം മനസ്സിലായില്ലേ. സോ കണ്ണുണ്ടാവുമ്പോൾ അതിൻ്റെ വില അറിയില്ല എന്നൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലേ. സോ കണ്ണിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇപ്പോൾ. സോ കണ്ണില്ലാത്തവരുടെ അവസ്ഥ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഐസിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. നമ്മുടെ കണ്ണിന് ഒരു ഡിഫക്റ്റും വരാത്ത രീതിയിൽ നമുക്ക് എപ്പോഴും നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. സോ നമ്മുടെ ഐസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, സോ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് പോയിന്റ്, ഡു നോട്ട് റബ് ഓർ ബ്ലോ ഇഫ് ഡസ്റ്റ് ഫാൾസ് ഇൻ ടു ദ ഐ, ജസ്റ്റ് വാഷ് വിത്ത് കോൾഡ് വാട്ടർ. സോ നമ്മുടെ ഐസിലേക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഫാൾ ചെയ്താൽ നമ്മൾ അത് തിരുമ്മാൻ പാടില്ല, കോൾഡ് വാട്ടർ കൊണ്ട് വാഷ് ചെയ്യുക. ഓക്കെ, ദെൻ ഡു നോട്ട് റീഡ് ഇൻ ഡിം ലൈറ്റ് ഓർ വെരി ബ്രൈറ്റ് ലൈറ്റ് ഓർ വൈൽ ട്രാവലിംഗ് ഇൻ എ ബസ്. ദാറ്റ് ഈസ് മങ്ങിയ വെളിച്ചത്തിലും അതുപോലെ തന്നെ നല്ല തീവ്രത കൂടിയ പ്രകാശത്തിലും അതുപോലെ തന്നെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഒന്നും തന്നെ വായിക്കരുത്. ഓക്കെ, സോ നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് ഈ കാര്യം ശ്രദ്ധിക്കുക. മങ്ങിയ പ്രകാശത്തിലിരുന്ന് നിങ്ങൾ പഠിക്കരുത്, അതുപോലെ തന്നെ നല്ല തീവ്ര പ്രകാശത്തിലിരുന്നും നിങ്ങൾ പഠിക്കരുത്. ഓക്കെ, ഒരു മീഡിയം ലൈറ്റിന്റെ പ്രസൻസിൽ മാത്രം നിങ്ങൾ പഠിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, കീപ് എ സെർട്ടൈൻ ഡിസ്റ്റൻസ് വൈൽ വാച്ചിങ് TV. ദർ മസ്റ്റ് ബി സഫിഷ്യന്റ് ലൈറ്റ് ഇൻ ദ റൂം. സോ TV കാണുന്ന സമയത്ത് ഒരു സെർട്ടൈൻ ഡിസ്റ്റൻസിൽ ഇരുന്നു കൊണ്ട് മാത്രം TV കാണുക. ഓക്കെ, ദെൻ നിങ്ങൾ TV വാച്ച് ചെയ്യുന്ന സമയത്ത് ആ സ്ഥലത്ത് നിർബന്ധമായിട്ടും ലൈറ്റ് ഓൺ ചെയ്തിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഐസിന് അപകടമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, കെയർ ഷുഡ് ബി ടേക്കൺ സോ ദാറ്റ് കെമിക്കൽസ് ഡു നോട്ട് ഫാൾ ഇൻ ടു ദ ഐ. സോ നിങ്ങളുടെ ഐസിലേക്ക് ഒരു തരത്തിലുള്ള കെമിക്കൽസും വീഴാതെ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ പ്രൊട്ടക്ട് യുവർ ഐസ് ഫ്രം ഷാർപ്പ് ഒബ്ജക്ട്സ് വൈൽ പ്ലേയിങ്. സോ നിങ്ങൾ കളിയിൽ ഏർപ്പെടുന്ന സമയത്ത് ഷാർപ്പ് ഒബ്ജക്ട്സ്, ദാറ്റ് ഈസ് കൂർത്ത മുനകളൊക്കെ ഉള്ള സാധനങ്ങൾ നിങ്ങളുടെ കണ്ണിലേക്ക് വരാതെ സൂക്ഷിക്കണം. ഓക്കെ, ദെൻ വെജിറ്റബിൾസ് റിച്ച് ഇൻ വിറ്റാമിൻ എ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ഫുഡ്. സോ വിറ്റാമിൻ എ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് നിങ്ങളുടെ ഫുഡ് മെനുവിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സോ വിറ്റാമിൻ എ എന്ന് പറയുന്നത് നമ്മുടെ ഐസിന് അത്യാവശ്യമായിട്ടുള്ള ഒരു വിറ്റാമിൻ ആണ്. സോ എല്ലാവരും വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക. ഓക്കെ, സോ ഇലക്കറികളിലൊക്കെ വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ എല്ലാവരും ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക. ഓക്കെ, ചീരയില, മുരിങ്ങയില, മത്തനില, ചിരങ്ങയില ഇതൊക്കെ നന്നായിട്ട് കഴിക്കുക. ഓക്കെ, സോ ഇതിലൊക്കെ വിറ്റാമിൻ എന്റെ കണ്ടന്റ് കൂടുതലാണ്. സോ എല്ലാവരും ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക, അത് നമ്മുടെ കാഴ്ചശക്തി കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ നിങ്ങളുടെ ഐസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ ഹോപ്പ് യു ഹാവ് നൗ അണ്ടർസ്റ്റുഡ് ഡീറ്റെയിൽസ് അബൌട്ട് ദ വിഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. സോ ഹ്യൂമൻ ബീയിങ്സിൽ എങ്ങനെയാണ് വിഷൻ സാധ്യമാകുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കി ഇപ്പോൾ അല്ലേ. Then now notice the details of vision of some other creatures. Then എർത്തിലുള്ള അതർ ക്രിയേച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് ഓഫ് വിഷൻ നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ ഫിഗറിൽ 3 അനിമൽസിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് വൺ ക്യാമലിയോൺ, സെക്കൻഡ് വൺ ഓൾ, തേർഡ് വൺ ക്യാറ്റ്. സോ ക്യാമലിയോണിന്റെ ഐസും വിഷനും എങ്ങനെയാണ്? ക്യാമലിയോൺസ് ഐസ് ആർ ഡിഫറെന്റ് ഫ്രം ദോസ് ഓഫ് അതർ ക്രിയേച്ചേഴ്സ്. They can move their 2 eyes in 2 different directions and see different sights at the same time. So ക്യാമലിയോണിന്റെ ഐസ്
ഒരേ സമയം ഡിഫറെന്റ് ഡയറക്ഷൻസിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരേ സമയം 2 ഡിഫറെന്റ് സൈഡ്സ് അവർക്ക് സീൻ ചെയ്യാനും കഴിയും. ഓക്കെ, സോ സെയിം ടൈമില് 2 ഡയറക്ഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ ക്യാമലിയോന്റെ ഐസിന് സാധിക്കും. ഓക്കെ, സോ അത് ഐസിന്റെ നല്ലൊരു ഫീച്ചർ ആണ്, isn't it? Then next one, owl. The owl has 2 large eyes right in the front of the head. It can turn its head back and see the sides behind. So ഓളിന് അതിന്റെ ഹെഡിന് മുൻപിൽ 2 ലാർജ് ഐസ് ആണുള്ളത് അല്ലെ. സോ ഓളിന്റെ ഹെഡ് ബാക്കിലോട്ടും ടേൺ ചെയ്യാൻ സാധിക്കും അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഓളിന് അതിന് ബിഹൈൻഡിലുള്ള സൈഡ്സും സീൻ ചെയ്യാൻ സാധിക്കും അല്ലെ. മുൻപിലും ബാക്കിലുള്ള സൈഡ്സ് സീൻ ചെയ്യാൻ സാധിക്കും അല്ലെ. Then third one, cat. The pupil of the eye of a cat remains contracted in daylight and fully dilated in night. At night. They have the ability to utilize even dim light. So they can see even in dim light. സോ കാറ്റ്സിന് രാത്രിയിലും കണ്ണ് കാണുമെന്ന് നമുക്കറിയാം അല്ലെ. നമ്മുടെ വീടുകളിലൊക്കെ കാറ്റ്സ് ഉണ്ടായിരിക്കും. സോ രാത്രിയിലും കാറ്റ്സിന് നന്നായിട്ട് കണ്ണ് കാണും അല്ലെ. സോ വാട്ട് ഈസ് ദ റീസൺ? കാറ്റ്സിന് ഡിം ലൈറ്റില്, ദാറ്റ് ഈസ് ഇരുണ്ട വെളിച്ചത്തിൽ പോലും, ദാറ്റ് ഈസ് കാറ്റ്സിന്റെ ഐസിന് ഇരുണ്ട വെളിച്ചത്തിൽ പോലും ഒബ്ജക്ട്സിനെ സീൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് പൂച്ചകൾക്ക് രാത്രിയിലും കണ്ണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ പൂച്ചകൾ രാത്രിയൊക്കെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലെ. സോ വാട്ട് ഈസ് ദ റീസൺ? കാറ്റ്സിന്റെ ഐസിന് നൈറ്റിലും ഒബ്ജക്ട്സിനെ സീൻ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, isn't it? സോ അതുകൊണ്ടാണ് അവർക്ക് രാത്രിയും കണ്ണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, then remember to collect the details of the vision of more living beings. സോ ഇതുപോലെ മറ്റ് ലിവിങ് ബീങ്സിന്റെ ഡീറ്റെയിൽസ് ഓഫ് വിഷനും നമ്മളോട് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റ് ലിവിങ് ബീങ്സിന്റെ വിഷന്റെ ഡീറ്റെയിൽസ് കൂടി നിങ്ങൾ കളക്ട് ചെയ്യുക. സോ ടുഡേ വി ആർ വൈൻഡപ്പിംഗ് അവർ ക്ലാസ്. ഓൺ ദി നെക്സ്റ്റ് ക്ലാസ് വി വിൽ കണ്ടിന്യൂ അവർ ചാപ്റ്റർ. സോ നിങ്ങളുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഇന്നെടുത്ത ക്ലാസ്സിന്റെ നോട്ട് പ്രിപ്പയർ ചെയ്യലാണ്. സോ എല്ലാവരും ഇന്നെടുത്ത ക്ലാസ്സിന്റെ നോട്ട് നീറ്റായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ ക്വസ്റ്റ്യൻ്റെ ആൻസറുകളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഓരോ ടോപ്പിക്കും നിങ്ങൾ ഹെഡിങ് കൊടുത്ത് ആ ടോപ്പിക്കിൽ എന്താണോ ഞാൻ പഠിപ്പിച്ചത് അത് കറക്റ്റായിട്ട് എഴുതുക. ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി എഴുതുക. ഓക്കെ, സോ സി യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.